ഇടുക്കി ജില്ലയിൽ മഴ കുറഞ്ഞെങ്കിലും ആശങ്കയ്ക്ക് അയവില്ല. മൂടിക്കെട്ടിയ അന്തരീക്ഷവും ഇടവിട്ടുള്ള മഴയും ആശങ്ക സൃഷ്ടിക്കുന്നു. മഴ കുറഞ്ഞെങ്കിലും ജില്ലയിൽ പ്രഖ്യാപിച്ച യാത്രാ നിയന്ത്രണവും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശന വിലക്കും തുടരുകയാണ്. ദേശീയപാത 85-ൽ നേര്യമംഗലം മുതൽ അടിമാലി വരെയുള്ള രാത്രിയാത്രാ ഗതാഗതവും പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. പ്രദേശത്ത് മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാലാണ് ജില്ലാ ഭരണകൂടം യാത്രാ നിരോധനം ഏർപ്പെടുത്തിയത്. ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴ വ്യാപക നാശമാണ് വിതച്ചത്. ജില്ലയുടെ ഉൾഗ്രാമങ്ങളിൽ പലയിടത്തും മണ്ണും കല്ലും വീണ് റോഡുകൾ തകരുകയും വൈദ്യുതി ബന്ധം തകരാറിലാകുകയും ചെയ്തു. മഴക്കെടുതികളിൽ ജില്ലയിൽ ഇതുവരെ 14 വീടുകൾ പൂർണ്ണമായും 86 വീടുകൾ ഭാഗികമായും തകർന്നതായാണ് ജില്ലാ ഭരണകൂടത്തിന്റെ കണക്ക്. ജില്ലയിൽ 13 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 200 പേരാണ് ക്യാമ്പിലുള്ളത്. ബന്ധുവീടുകളിലേക്കും മറ്റും മാറിയവർ മഴയുടെ ശക്തി കുറഞ്ഞതോടെ വീടുകളിലേക്ക് തിരികെ മടങ്ങി തുടങ്ങി. ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് കഴിഞ്ഞ 4 ദിവസങ്ങളിലായി ജില്ലയിൽ 2.95 കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായതായാണ് കണക്ക്. 128.94 ഹെക്ടർ സ്ഥലത്തെ കൃഷിയും നശിച്ചു. വൈദ്യുതി വകുപ്പിനുണ്ടായ നഷ്ടവും ചെറുതല്ല. 17.62 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. പ്രതികൂല കാലാവസ്ഥയും പല പ്രദേശങ്ങളിലും എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടും KCBയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട്. ജില്ലയിലെ അണക്കെട്ടുകളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയർന്നു. ഇടുക്കി ഡാമിൽ 2347.42 അടിയാണ് നിലവിലെ ജലനിരപ്പ്. മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് 119.75 അടിയാണ്. മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിട്ടതോടെ തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളിലെ ജലനിരപ്പും ഉയർന്നു. ഇതോടെ താഴ്ന്ന പ്രദേശങ്ങളിലും പുഴയോരങ്ങളിലും താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ താലൂക്ക് കൺട്രോൾ റൂമുകൾ സജ്ജമാണെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.